RSSൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം. അപ്പോൾ RSSൻ്റെ കാര്യാലയങ്ങളിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് രാജ്ഭവനിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അത് തുടരും എന്നുള്ളത് തന്നെയാണ്. നേരത്തെയുള്ള ഗവർണറാണെങ്കിൽ അയാളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും അവിടെ സ്റ്റാഫിനെ വേണം, കൂടുതൽ രൂപ വേണം, അല്ലെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണല്ലോ തർക്കത്തിൽ ഉന്നയിച്ചു വന്നത്. ഇദ്ദേഹം ആദ്യം വന്ന ഉടനെ തന്നെ RSSൻ്റെ പ്രചാരകനായി മാറി. സകല പ്രോട്ടോക്കോളും സാമാന്യ മര്യാദയും ഗവർണർ എന്നുള്ള നിലയിലുള്ള സ്ഥാനവും എല്ലാം ലംഘിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഗവർണറാണ്. ഈ ഗവർണറുടെ ഈ തരംതാണ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ വാക്കൗട്ട് നടത്തുന്നു, ഇറങ്ങിപ്പോവുകയാണ് എന്ന് പറഞ്ഞു. ഒരു കാര്യം, എൻ്റെ കൂടെ തന്നെ ഈ കേരള സ്കൗട്ട്സിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള പ്രഭാകരനും ഇറങ്ങിപ്പോകുന്നു. എനിക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന കുട്ടികളെയും കൂടെ വിളിച്ചുകൊണ്ട് ഇറങ്ങാമായിരുന്നു. കുട്ടികളെയും കൂടെ വിളിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇറങ്ങിപ്പോകാമായിരുന്നു. എങ്കിൽ അദ്ദേഹം കുറച്ചുകൂടെ ക്ഷീണിക്കപ്പെടും. ആ ഒരു മര്യാദയോടെ ഞാൻ കാണിച്ചില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഗവർണർ പിന്തിരിയുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യം സൂചിപ്പിക്കുക.